പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് LGS ലെവലുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം. ആൻസർ ഓപ്ഷൻ സി ആണ് മലയാളം മിഷൻ. മീശ എന്ന നോവൽ രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് എസ് ഹരീഷ്. കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം. ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ വർഷം? ആൻസർ ഓപ്ഷൻ ബി ആണ് 1951. COVID-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ? ആൻസർ ഓപ്ഷൻ എ ആണ് ആരോഗ്യ സേതു. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം? ആൻസർ ഓപ്ഷൻ എ ആണ് തൃശൂർ. അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ടെന്നീസ്. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ? ആൻസർ ഓപ്ഷൻ ഡി ആണ് 1ഉം 3ഉം. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും വനിതാ ശാക്തീകരണവുമാണ് കുടുംബശ്രീ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പത്തനംതിട്ട. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ? ആൻസർ ഓപ്ഷൻ എ ആണ് എസ് സോമനാഥ്. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഡക്കാൻ പീഠഭൂമി. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ് 1, 2, 3. സൗരോർജം, ജൈവവാതകവും സൗരോർജവും, കാറ്റിൽ നിന്നുള്ള ഊർജം എല്ലാം തന്നെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണങ്ങളാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. തന്നിട്ടുള്ള എല്ലാം ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളാണ്. ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ആൻസർ ഓപ്ഷൻ എ ആണ് മൗണ്ട് എവറസ്റ്റ്. മണികരൺ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഹിമാചൽ പ്രദേശ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഉത്തര മഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ്? ആൻസർ ഓപ്ഷൻ എ ആണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ? ആൻസർ ഓപ്ഷൻ എ ആണ് ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്ത്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത? ആൻസർ ഓപ്ഷൻ ബി ആണ് NH 44. മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടി കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല? ആൻസർ ഓപ്ഷൻ ഡി ആണ് കൊങ്കൺ റെയിൽവേ. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 1955. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഹാബിയസ് കോർപ്പസ്. ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 6. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 42ാം ഭേദഗതി. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 1947 ജൂലൈ 22. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഗംഗ. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ് 52 സെക്കൻഡ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര. 1990-ൽ വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന? ആൻസർ ഓപ്ഷൻ ഡി ആണ് മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ. ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. ആൻസർ ഓപ്ഷൻ എ ആണ് ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്, ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി,
പ്രാർത്ഥനാ സമാജം, ആത്മാറാം പാണ്ഡുരംഗ്, ബ്രഹ്മ സമാജം ഓഫ് ഇന്ത്യ, കേശവ് ചന്ദ്രസൻ. ഈ ഓർഡറിലാണ് വരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരം. സന്താൾ കലാപം നടന്ന വർഷം? ആൻസർ ഓപ്ഷൻ ബി ആണ് 1755-56. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം? ആൻസർ ഓപ്ഷൻ സി ആണ് ബംഗാൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് സി ശങ്കരൻ നായർ. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 1857 മെയ് 10. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓഗസ്റ്റ് 9, 1942. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ഓപ്പറേഷൻ വിജയ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ? ആൻസർ ഓപ്ഷൻ എ ആണ് ഫസൽ അലി. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം? ആൻസർ ഓപ്ഷൻ എ ആണ് മംഗളവനം. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയുമായി നിലനിർത്തുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം? ആൻസർ ഓപ്ഷൻ ബി ആണ് ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇടുക്കി. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ആലപ്പുഴ. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ? ആൻസർ ഓപ്ഷൻ സി ആണ് മറയൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് എറണാകുളം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് മലപ്പുറം. സംസ്ഥാനത്ത് 8-നും 18-നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് സ്പ്ലാഷ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വക്കം അബ്ദുൾ ഖാഫർ മൗലവി. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വേലുത്തമ്പി കലാപം. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ചട്ടമ്പി സ്വാമികൾ. പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് മലബാർ കലാപം. താഴെ പറയുന്നതിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് നിജാനന്ദ വിലാസം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് പയ്യന്നൂർ. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ ബി ആണ് തൃശൂർ 1936. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് അയ്യങ്കാളി. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് പണ്ഡിറ്റ് കറുപ്പൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ് ഓപ്ഷൻ ഡി സവർണ ജാഥ. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം? ആൻസർ ഓപ്ഷൻ എ ആണ് വൃക്കകൾ. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ് 1, 3 എന്നിവ. ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളുന്നു. ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു. ഏത് ജീവകത്തിന്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ജീവകം ഡി. ചുവടെ തന്നിരിക്കുന്നതിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ? ആൻസർ ഓപ്ഷൻ ബി ആണ് നിപ്പ, എയ്ഡ്സ്. നിപ്പയും എയ്ഡ്സും ആണ് വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ആർദ്രം. ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ വാതകം അല്ലാത്തത് ഏതാണ്?
ആൻസർ ഓപ്ഷൻ ബി ആണ് നൈട്രജൻ. വനനശീകരണത്തിന് കാരണമാകാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് സസ്യപരിപാലനം. റോഡുകളുടെ നിർമ്മാണം, ഇന്ധനത്തിന്റെ വർദ്ധിച്ച ആവശ്യകത, വ്യാവസായിക വളർച്ച ഇതെല്ലാം തന്നെ വനനശീകരണത്തിന് കാരണമാകുന്നു. ചുവടെയുള്ളതിൽ വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പെട്രോൾ. കേരളത്തിലെ മണ്ണുത്തിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രിയങ്ക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ എ ആണ് കോഴിക്കോട്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് 4 മാത്രമാണ് തെറ്റ്. ശരിയായിട്ടുള്ള നോക്കാം. ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിന്റെ മാസ് നമ്പർ. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. ഇത് മൂന്നും ശരിയാണ്. സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പ്ലവന പ്രക്രിയ. കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ എത്ര? ആൻസർ ഓപ്ഷൻ എ ആണ് 4. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ് 1. ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാകാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് സോഡിയം ബെൻസോയേറ്റ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജത്തിന് എന്ത് മാറ്റം സംഭവിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ് 4 ഇരട്ടിയാകും. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഓപ്ഷൻ സി ഭാരം. സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റി പ്രവർത്തിപ്പിക്കുന്ന ഉപകരണം. ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗ ദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഓറഞ്ച്. ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഓപ്ഷൻ ബി കെൽവിൻ. ഈ 80 ചോദ്യങ്ങളാണ് എക്സാമിന് ഉണ്ടായിരുന്നത്. താങ്ക് യു.